ഏവർക്കും നമസ്കാരം. വരുന്ന ഫെബ്രുവരി 12 തിങ്കളാഴ്ച ലൗകിക സുഖങ്ങൾ, ഭാഗ്യം, സമ്പൽ സമൃദ്ധി എന്നിവയുടെയെല്ലാം അധിപനായ ശുക്രൻ ധനുരാശിയിൽ നിന്നും തന്റെ ബന്ധുക്ഷേത്രമായ മകരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ രാശിമാറ്റം 12 രാശികളിൽ ഉള്ള 27 നക്ഷത്രക്കാർക്കും വിവിധ തരത്തിലുള്ള അനുഭവങ്ങൾ സമ്മാനിക്കും. ചില രാശിജാതർക്ക് സുവർണ നേട്ടങ്ങൾ നൽകുമ്പോൾ മറ്റു ചിലർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും ഈ ശുക്രൻ നൽകുക. അതിൽ മേടരാശിയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നാം പങ്കുവച്ചിരുന്നു. ഇന്ന് ഇടവം രാശിജാതരായ ആളുകൾക്ക് ഈ ശുക്രമാറ്റം എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നു എന്ന് നമുക്ക് കാണാം. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം അര എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. ഇടവം രാശിജാതരുടെ 9ാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത്. 9ാം ഭാവം എന്നാൽ ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത്. പൂർവപുണ്യം, പിതൃപുണ്യം, ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം എന്നിവയെ എല്ലാം ഈ ഭാവം കുറിക്കുന്നു. ശുക്രൻ 9ലൂടെ സഞ്ചരിക്കുന്നത് ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം, ഭാഗ്യം എന്നിവയെ ഏറെ വർദ്ധിപ്പിക്കുന്നതാണ്. തൽഫലമായി കുടുംബസൗഖ്യം, ക്ഷേമം, ഐശ്വര്യം, ഐക്യം, ധനലാഭം എന്നിവ ഉണ്ടാകുന്നു. ഇടവം രാശിജാതരുടെ രാശിയാധിപൻ കൂടിയായ ശുക്രൻ ഇവരുടെ ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യവർദ്ധനവ് ഗണ്യമായും കൂടും. കുടുംബജീവിതം, ഔദ്യോഗിക ജീവിതം, ബിസിനസ് തുടങ്ങി എല്ലാ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടാകും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറെ സാധ്യതകളും അവസരങ്ങളും വന്നുചേരും. പുതിയ സംരംഭങ്ങൾ ഇവർ ഇക്കാലത്ത് ആരംഭിക്കും. കൂടാതെ ഈ രാശിജാതരുടെ 7ാം ഭാവാധിപനായ ചൊവ്വ ഉച്ചനായി മകരരാശിയിൽ നിൽക്കുന്ന കാലവുമാണ് ഇത്. 7ാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു. അതായത് വിവാഹം, ദാമ്പത്യം, പ്രണയം തുടങ്ങിയവയെ കുറിക്കുന്ന ഭാവമാണ് 7ാം ഭാവം. ചൊവ്വ ഉച്ചനായി ഈ ഭാവത്തിൽ നിൽക്കുന്നത് ഏറെ അനുകൂലമായ ഫലങ്ങൾ ഈ രാശിജാതർക്ക് നൽകും. കുടുംബത്തിൽ നല്ല ബന്ധം, സ്വരച്ചേർച്ച എന്നിവ ഉണ്ടാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ വന്നുചേരും. ശുക്ര കുജ സംയോഗം വിദേശയാത്രകൾക്കും നിരവധി അവസരങ്ങൾ നൽകുന്നതാണ്. ഫെബ്രുവരി 5 മകരത്തിൽ ഉച്ചനായി പ്രവേശിച്ച ചൊവ്വയും 12ാം തീയതി തന്റെ ബന്ധുക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ശുക്രനും ഈ രാശിജാതർക്ക് നല്ല ഫലങ്ങൾ ഇക്കാലയളവിൽ നൽകും. എന്നാൽ ഒരു കാര്യം മാത്രം ഇവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈശ്വരകാരകനായ വ്യാഴം ഈ രാശിജാതരുടെ 12ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 12ാം ഭാവം എന്നാൽ ചെലവിന്റെ സ്ഥാനം ആകയാൽ ധനം വളരെ സൂക്ഷിച്ച് മാത്രം ഇവർ വിനിയോഗിക്കേണ്ടതുണ്ട്. അധിക ചെലവുകൾ, പാഴ്ചെലവുകൾ എന്നിവ 12ലെ വ്യാഴം വരുത്തിവെക്കും. അതിനാൽ സാമ്പത്തിക ഭദ്രത നന്നായി ഉറപ്പ് വരുത്തണം. രേഖാമൂലമല്ലാതെ ധനം മറ്റുള്ളവർക്ക് നൽകാതിരിക്കുക. ധനനിക്ഷേപത്തിൽ നല്ല സുരക്ഷ ഉറപ്പുവരുത്തുക. വ്യാഴദോഷം മാറാനായി ഈ രാശിജാതർ വിഷ്ണുപ്രീതി വരുത്തേണ്ടതുണ്ട്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം, വിഷ്ണു സഹസ്രനാമം എന്നിവ ചൊല്ലുക. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നാം ഏവർക്കും ഈശ്വരന്റെ കടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.